ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള വചനഭാഗത്ത് കുഷ്ഠരോഗിയായ നയമാന് സൗഖ്യം കൊടുക്കുവാൻ ദൈവത്തിന്റെ ചില വഴികളെ അവിടുന്ന് തുറന്നു കൊടുക്കുന്നത് കാണാൻ കഴിയും. ആരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരമാണ് യഹോവ ആരാമിന് ജയം നൽകിയത്. ഈ ജയം നൽകിക്കഴിഞ്ഞപ്പോൾ അവൻ പരാക്രമശാലിയെങ്കിലും അവനൊരു കുഷ്ഠരോഗിയായിരുന്നു. ആരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി. ആ പെൺകുട്ടി കടന്നു ചെന്നത് നയമാന്റെ വീട്ടിലാണ്. നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോരുകയായിരുന്നു. അവൾ തന്റെ യജമാനത്തിയോട് പറയുകയാണ്, ഇസ്രായേൽ ദേശത്ത് ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകന്റെ അടുക്കൽ ചെന്നാൽ ഈ കുഷ്ഠം മാറും. യജമാനന്റെ അടുക്കൽ നിന്ന് ഒരു കത്തുമൊക്കെ വാങ്ങി നേരെ ഇസ്രായേൽ രാജ്യത്ത് രാജാവിന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ആരാം രാജാവ്, നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്തു തരാം എന്ന് ആരാം രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ 10 താലന്ത് വെള്ളിയും 6000 ശെക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു. രാജാവിന്റെ അടുക്കൽ ചെന്ന് ഈ എഴുത്തു കൊടുത്ത് വായിച്ചപ്പോഴാണ് രാജാവ് തന്റെ വസ്ത്രങ്ങളെല്ലാം കീറി. കാരണം ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുവാനുള്ള അല്ലെങ്കിൽ കുഷ്ഠം മാറ്റുവാൻ ഉള്ള ഒരു എഴുത്ത് കിട്ടിയപ്പോൾ ഇതെന്ത് ചെയ്യണം എന്നറിയാതെ ജീവിപ്പിക്കുവാനും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ ഞാനല്ല, അത് ദൈവമാണ് എന്ന് പറഞ്ഞ് വസ്ത്രം കീറി. ഇത് ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറി കളഞ്ഞു എന്ന് ദൈവപുരുഷനായ എലീശ കേട്ടപ്പോൾ രാജാവിന്റെ അടുക്കൽ ആളയച്ചു, നീ വസ്ത്രം കീറിക്കളഞ്ഞത് എന്ത്? അവൻ എന്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേൽ ഒരു പ്രവാചകനുണ്ട് എന്ന് അവൻ അറിയുന്നു എന്ന് പറയിച്ചു. പ്രിയമുള്ളവരെ, പ്രവാചകന്റെ അടുക്കിലേക്കാണ് ദൈവം നയമാനെ അയക്കുവാൻ ഇടവന്നത്. രാജകൊട്ടാരത്തിൽ അയച്ചു. ഇങ്ങനെയൊരു പ്രവാചകനുണ്ടെന്ന് രാജാവിനെ അറിയിക്കണം. രാജാവിനെ അറിയിച്ച ശേഷമാണ് പ്രവാചകനെ ഈ വിവരം അറിയുവാൻ ഇടവന്ന്. പ്രവാചകന്റെ അടുക്കലേക്ക് വന്നപ്പോൾ പ്രവാചകൻ പറയുന്നത് അനുസരിക്കുക, ഇതാണ് ദൈവത്തിന്റെ ദൂത്. പ്രവാചകൻ പറഞ്ഞ കാര്യമാണ് ഇവിടെ നമ്മൾ കാണാൻ ഇടവരുന്നത്. എലീശ ആളയച്ചു, നീ ചെന്ന് ജോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. വേറെ ഒന്നും പറഞ്ഞില്ല. എലീശ പറഞ്ഞത്, നീ പോയി ജോർദാൻ നദിയിൽ പോയി ഒന്ന് കുളിക്കുക. അവൻ 7 അല്ല 70 വട്ടം കുളിച്ചവനാണ്. എന്തിനാ ഈ കലക്കവെള്ളത്തിൽ കുളിക്കേണ്ട കാര്യം? അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു പുറപ്പെട്ടു. അവൻ തന്നെ പുറത്തു വന്നു. അടുത്തു നിന്ന തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു. തന്റെ കൈ ആ സ്ഥലത്തിന് മീതെ ആട്ടി, ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെയാണ് മനുഷ്യന്റെ ചിന്തയല്ല, മനുഷ്യന്റെ വിചാരമല്ല ദൈവത്തിന്റെ പ്രവൃത്തി. ദമസ്കത്തിലെ നദികളായ അവനെയും പാർപ്പരും ഇസ്രായേൽ ദേശത്തിലുള്ള എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ? എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകരുതേ എന്ന് പറഞ്ഞ് അവൻ ക്രോധത്തോടെ പോയി. എന്നാൽ അവന്റെ ഭൃത്യന്മാർ അടുത്തു വന്ന് അവനോട്, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നെങ്കിൽ നീ ചെയ്യാതിരിക്കുമോ? പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാകുക എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്രയധികം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം ജോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി.
ഇവിടെ കർത്താവ് പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. ദൈവം തന്റെ പ്രവാചകനോട് പറയുന്ന കാര്യങ്ങൾ, പ്രിയമുള്ളവരെ, അത് അനുസരിക്കുവാൻ നമ്മൾ തയ്യാറായാലുണ്ടല്ലോ, നമ്മോടൊരു ദൈവദൂത് പറഞ്ഞാൽ, ദൈവാലോചന പറഞ്ഞാൽ അത് നമ്മൾ അനുസരിക്കുവാൻ തയ്യാറായെങ്കിലുണ്ടല്ലോ, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കും. പ്രിയമുള്ളവരെ, യേശു കർത്താവ് ലാസർ മരിച്ചു 4 ദിവസം കഴിഞ്ഞപ്പോൾ ലാസറിന്റെ കുഴിമാടത്തിലേക്ക് പോയപ്പോൾ ഒരുപാട് ആളുകൾ കൂടെ വന്നപ്പോൾ യേശു കുഴിമാടത്തിന്റെ അരികിൽ നിന്ന് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ: ഈ കല്ല് ഉരുട്ടി മാറ്റാൻ. യേശു ദൈവമാണ്. ലാസറിനോട് പുറത്തു വരാൻ പറഞ്ഞ കല്ല് മാറ്റിക്കളഞ്ഞുകൊണ്ട് പുറത്തു വരാൻ കഴിയാഞ്ഞിട്ടല്ല. മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യണം. ഇന്നു മുതൽ ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്യും. ഒരു നിമിഷം ഓർക്കുക, എന്നോട് ദൈവം എന്താണോ പറഞ്ഞത് അത് ഞാൻ ചെയ്താലുണ്ടല്ലോ, എനിക്കിവിടെ സൗഖ്യമാണ്, എനിക്കിവിടെ വിടുതലാണ്, എനിക്കിവിടെ സൗഖ്യം, അനുഗ്രഹമാണ്. യേശു കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്തപ്പോൾ ലാസർ ജീവനോടെ പുറത്തു വന്നതുപോലെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ദൈവപ്രവൃത്തി നടത്തുവാൻ ദൈവം തന്റെ പ്രവാചകന്മാരെയും സുവിശേഷകരെയും ശുശ്രൂഷകരെയൊക്കെ നിയോഗിച്ചു വിടുമ്പോൾ ദൈവപ്രകാരം അതൊന്ന് അനുസരിക്കാമോ? ഈ പ്രഭാതത്തിൽ ഇന്ന് അനുസരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവം ചെയ്യേണ്ട പ്രവൃത്തികൾ അനുഭവിക്കാൻ കഴിയാതെ പോകും. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. കർത്താവേ, സ്വർഗീയ പിതാവേ, നിന്റെ വചനം അനുസരിക്കുവാൻ, നീ കൊടുക്കുന്ന ദൂത് അല്ലെങ്കിൽ നീ കൊടുക്കുന്ന ദൈവിക സന്ദേശം അത് അനുസരണയോടെ ചെയ്യുവാനും പ്രവർത്തിക്കുവാനുമുള്ള കൃപത അങ്ങ് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ അനുസരിക്കുന്തോറും ഞങ്ങൾ ശുദ്ധിയുള്ളവരും സൗഖ്യമുള്ളവരും ജീവനുള്ളവരുമായി മാറാൻ നീ ഇടയാക്കുമല്ലോ. അവിടുത്തെ കൃപയാൽ ഞങ്ങൾ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.